പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോർജ്, ഇതെൻ്റെ ഭാര്യ ബിന്ദു, ഞങ്ങളുടെ മക്കൾ ഫ്രാൻസിസും സെബാസ്റ്റ്യനും. ഞങ്ങൾ വരുന്നത് കർണാടകത്തിലെ ബെൽത്തങ്ങാടി രൂപതയിലെ മാളച്ചൗക്കി വിമലാംബിക ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 9 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന മെയിൻ കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മരണഭയം കൊണ്ടും രോഗഭയം കൊണ്ടും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടും അച്ഛന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു അതിൽ നിന്നൊരു വിടുതൽ ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ആരുടെയെങ്കിലും പെട്ടെന്ന് മരണവാർത്ത അറിഞ്ഞാലോ ആരെങ്കിലും അസുഖമായെന്നൊക്കെ അറിഞ്ഞാലോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിച്ചു. രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമായിരുന്നു എൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടി സ്ഥലം വിൽക്കാൻ വേണ്ടി. 2 വർഷത്തോളമായി സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് കണ്ടുപോകുന്നുണ്ടെങ്കിലും വില കൊണ്ടും അത് കച്ചവടം നടക്കുന്നില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ കാശിരൂപം തന്ന് അത് പറമ്പിൽ കുഴിച്ചിടാനും വിശുദ്ധ ഉപ്പ് പറമ്പിൻ്റെ 4 മൂലയ്ക്കിട്ട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. വിൽപ്പന നടന്നതിന് ശേഷം സാക്ഷ്യം പറയണമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി നല്ലൊരു വിലയ്ക്ക് സ്ഥലം വിൽപ്പന നടന്നു. വിൽപ്പന നടന്ന സമയത്ത് അവരാവശ്യപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് എൻ്റെ കൈവശമില്ലായിരുന്നു. ആ ദിവസങ്ങൾ ഞാനത് ഡെയിലി ബ്രെഡിൽ അത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച അന്ന് തന്നെയാണ് അച്ഛൻ അത് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഡോക്യുമെൻ്റ് ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു കിട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ വൈഫിന് ഒരു ജോലി. അതിനെപ്പറ്റി അവൾ പറയും. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നൊരു ദുശീലമായിരുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്കുണ്ടായിരുന്നത് ദുശീലമായിരുന്നു നഖം കടിക്കുന്ന അസുഖം. ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു. കുറേ നാളായിട്ട് ഞാനത് ശ്രമിച്ചിരുന്നെങ്കിലും എനിക്ക് അത് നടന്നിരുന്നില്ല. ഞാനൊരു ദിവസം വൈകുന്നേരത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, എൻ്റെ ആ ഒരു ദുശീലം എനിക്ക് മാറ്റിത്തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്കതിൽ നിന്നുള്ള മോചനം ലഭിച്ചു. ജോലിയെപ്പറ്റി അവൾ പറയും. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2025 ജനുവരി 8 ഞാനൊരു നേഴ്സാണ്. പക്ഷേ ഞാൻ 15 വർഷമായിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പം വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പം കുറേ കാലങ്ങളായിട്ട് ഞാനിപ്പം ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പിൻ്റെ ഇത് മൂലം എനിക്കങ്ങോട്ട് പോകാനുള്ള അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ലായിരുന്നു. അങ്ങനെ 2024 സെപ്റ്റംബറിൽ ഇറ്റലിയിലേക്ക് എനിക്കൊരു ചാൻസ് വരികയും അതിൽ ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വന്ന് എല്ലാ പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഈ 2025 ഫെബ്രുവരിയിൽ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുകയും അങ്ങനെ എനിക്കിപ്പം ഇറ്റലിയിലേക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയായി. ഞാൻ മെയ് 12 ഇറ്റലിയിലേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ കുറേ പുറകോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പല നിയോഗങ്ങളും നടക്കാതെ ഒരു തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി അത് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്ഥലം വിൽപ്പനയും വൈഫിൻ്റെ ജോലിയുമെല്ലാം ഞാൻ ആ കാരുണ്യ പ്രവർത്തികൾ ക്രമമായി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് വൃദ്ധസദനങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകളിൽ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുകയും രോഗികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ കർണാടകത്തിലെ കന്നഡ പത്രമാണ് ഞാൻ കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത്. അത് അവിടെ കന്നഡ പള്ളികളിലാണ് ഞാൻ അധികം കൊടുക്കാറുള്ളത്. കന്നഡ ആൾക്കാർക്ക് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്.
അതുപോലെ ഞാൻ റെഗുലറായി എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ഭാഗമായി ഒരു വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി എനിക്ക് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കും, ഞാൻ ഉടമ്പടിയിലാണല്ലോ, തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ, ഞാൻ മാതാവിൻ്റെ കൂടെ നടക്കണമല്ലോ, ഈശോയുടെ കൂടെ നടക്കണമല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ഒരു വേറൊരു വഴിയിലേക്ക് നമ്മൾ തിരിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തെറ്റുകളിലേക്കും പോവാതെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി എനിക്ക് നിരവധിയായ കൃപകൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. ജോർജ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളി ബിന്ദുവും കുടുംബത്തിൽ ലഭിച്ച ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യം ജോർജ് എഴുതുമ്പോൾ അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന വാചകം എനിക്ക് എല്ലാത്തിനോടും എപ്പോഴും വല്ലാത്ത മരണഭയമായിരുന്നു. ആ മരണഭയം കൊണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനപ്പോൾ ഭാര്യ ബിന്ദുവിനോട് ചോദിച്ചു, എന്താ പ്രശ്നം, ഡിപ്രഷൻ വല്ലതും ആണോ എന്ന്. അപ്പോൾ ബിന്ദു പറഞ്ഞത്, ഇത് എഴുതിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്. കാരണം ആരോടും പറയാനൊരു നാണക്കേട്, ഒരു പേടി. പക്ഷേ ആർക്കെങ്കിലും അറ്റാക്ക് വന്നാൽ എനിക്ക് അറ്റാക്ക് വരും, ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ എനിക്ക് അപകടം വരും. ഇങ്ങനെ വല്ലാത്തൊരു ഭയാശങ്കയിലൂടെ ജീവിതം മുന്നോട്ട് പോകാനാവാത്ത വിധം ആൾ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുമ്പോഴാണ് പല അച്ഛന്മാരോടെയും കണ്ട് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. എന്നിട്ടൊന്നും ഇതിനൊരു കുറവില്ലാതെ വല്ലാതെ ഇങ്ങനെ ഞെരുക്കത്തിനും വിഷമത്തിനും പോകുമ്പോഴാണ് കൃപാസനത്തെ പറ്റി അറിയുന്നതും ആൾ ആദ്യം ഒറ്റയ്ക്ക് കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നതും. അമ്മയുടെ അരികിൽ ആദ്യം എഴുതി വെച്ചതും അതുതന്നെയാണ്. എനിക്ക് മറ്റാരോട് പറയാൻ പറ്റുന്നില്ല, അതിനൊരു കാരണം അറിയില്ല, ഡിപ്രഷനൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് അറ്റാക്ക് വന്നുവെന്ന് കേട്ടാലും, ഒരാൾ വണ്ടിയിടിച്ചുവെന്ന് കേട്ടാലും, ഒരാൾ ഗുരുതര രോഗാവസ്ഥയിലാണെന്ന് കേട്ടാലും ഒക്കെ പെട്ടെന്നിങ്ങനെ വല്ലാതെ കിടന്ന് ഒരു ആദി കയറുന്നത് പോലെ മരണം ഇങ്ങനെ അടുത്തെത്തിയെന്നൊരു വിചാരത്തോടെ ജീവിച്ചു പോകുന്നു. അത് തൻ്റെ ജീവിതത്തെ താളം തെറ്റിക്കുന്നു, തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്ന് അറിയുമ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന് ആദ്യത്തെ നിയോഗമായിട്ട് ഇത് എഴുതി വെച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ സാധാരണ പോലെ ഉടമ്പടി ജീവിച്ചു, ശാന്തതയോടുകൂടി എന്തൊക്കെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു അത് ഓരോ കാര്യവും ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉടമ്പടി പ്രകാരം ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയി. അത് ചുരുങ്ങിയ നാളുകൊണ്ട് എൻ്റെ ആ ഭയം മുഴുവനും മാറിക്കിട്ടി. സാധാരണ പോലെ കാര്യങ്ങളെ സമീപിക്കാൻ പറ്റി. എന്തെങ്കിലും കേട്ടാലും പാനിക്കാവാതെ സമചിത്തതയോടെ കാര്യങ്ങളെ സമീപിക്കാൻ സാധിച്ചു. അത് മരുന്നുകൊണ്ട് മാറാത്ത വിഷയങ്ങളാണത്. അത് കാര്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുവാനും പ്രയാസമുള്ള വിഷയങ്ങളാണിത്. ലോകത്തിന് പരിഹാരം തരാനാവാത്ത വിഷയങ്ങൾക്ക് മേൽ ദൈവത്തിന് ക്ഷണനേരം കൊണ്ട് പരിഹരിക്കുവാനുള്ള വഴികളുണ്ട്. അത് ഉടമ്പടി നമുക്ക് നൽകുന്നൊരു ഉറപ്പും വാഗ്ദാനവുമാണ്. അമ്മയെ തേടി വരികയും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറുമായാൽ നിൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാതെ നിൽക്കുന്നത്, അകാരണമായി നിൽക്കുന്നത്, നിന്നെ തന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വിഷയമാവട്ടെ ആ വിഷയത്തിന്മേൽ അതിന് എന്താണോ വേണ്ട പ്രതിരോധം, എന്താണോ വേണ്ട സംരക്ഷണം, അത് നിനക്കൊരുക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മധൈര്യം നൽകി നിന്നെ സഹായിക്കുമെന്ന്. അതാണ് ശരിക്കും ചേട്ടൻ്റെ ഏറ്റവും ഗൗരവമുള്ള സാക്ഷ്യമെന്ന് പറയുന്നതും. മറ്റൊന്ന്, സ്ഥലത്തിന് പോരായ്മയൊന്നുമില്ല, നല്ല സ്ഥലം, വില വലിയ കുഴപ്പമില്ലാതെയൊക്കെ പറയുന്നുണ്ട്, വഴിക്ക് കുഴപ്പമില്ല, സ്ഥലം വിറ്റ് പോകുന്നില്ല. ഇതാണ് കടബാധ്യത കാരണം ഇതൊന്ന് വിറ്റ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആരും ഒത്തിരി പേര് വന്ന് കണ്ടുപോകുന്നുണ്ട്, ആരും അങ്ങനെ സ്ഥലം എടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു കുരുക്കിൽ ഈ വിഷയമൊന്ന് വീഴുമ്പോഴാണ് വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് അച്ഛനെ കണ്ട് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കാശുരൂപം കൊടുത്തു, അതോടൊപ്പം ഉപ്പ് നിക്ഷേപിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹോദരൻ അതാണ് പറയുന്നത്, ഞാനത് കാശുരൂപം നിക്ഷേപിച്ചു, ഉപ്പ് അതിർത്തിയിലിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും കുറേ നാളിങ്ങനെ മുന്നോട്ടൊരു അനക്കമില്ലാതെ പോയി. അനക്കമില്ലാതെ പോകുമ്പോഴാണ് വീണ്ടും പരിശോധിക്കുന്നത് എന്താ അതിൻ്റെ വിഷയം.
എന്തുകൊണ്ടാണ് സാധാരണ ഉടമ്പടി പ്രകാരം ജീവിച്ചു പോകുമ്പോൾ ഇത് നടക്കണമല്ലോ, നടക്കാത്തത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് തലയ്ക്ക് ചുറ്റും കടത്തിൻ്റെ ഇത്തിരി പ്രശ്നമുള്ളത് കൊണ്ട് കാരുണ്യ പ്രവൃത്തി ഒന്ന് സ്വയം മടിച്ചിരുന്നു. ആ കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട് അമ്മ മാതാവ് തന്നെ സന്ദേശം കൊടുക്കുന്നുണ്ട്. ആ സന്ദേശം കിട്ടി കാരുണ്യ പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്തു തുടങ്ങുമ്പോൾ ഒന്നിന് പകരം 2 കാര്യങ്ങൾ അമ്മ ഒരുക്കി കൊടുക്കുകയാണ്. ഒന്ന്, അതുവരെ ആരും നോക്കാതിരുന്ന സ്ഥലം ഇവർ പ്രതീക്ഷിച്ചതിന് മെച്ചപ്പെട്ട വിലക്കെടുക്കുവാൻ ആളെത്തി. 2, 10-15 വർഷമായി നേഴ്സിംഗിൻ്റെ ജോലികൾ ചെയ്യാതെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്ന ജീവിത പങ്കാളിക്ക് ഇറ്റലിയിൽ പോകുവാനുള്ള വഴി തുറന്നു കിട്ടി. നമ്മൾ ഉടമ്പടിയുടെ ഓരോ ചെറിയ കാര്യത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നമ്മളായിട്ട് പുതിയ നിയമവും നിബന്ധനയും ആ ഉടമ്പടിയിൽ കൊണ്ടുവരരുത്. എന്താണോ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് ദൈവസ്നേഹത്തോടു കൂടി ജീവിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ഇന്ന് പ്രതിബന്ധമായി നിൽക്കുന്നതൊക്കെയും മാറിപ്പോകുന്നത് കാണാൻ പറ്റും. മകൻ അതിനോട് ചേർത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടി പോകുമ്പോൾ അത് സ്ഥലം എടുക്കുന്നവർ ഒരു ഡോക്യുമെൻ്റ് ചോദിച്ചു. ആ ഡോക്യുമെൻ്റ് കൈവശമില്ല, അത് ഒപ്പിച്ചെടുക്കാൻ പാടുമാണ്. അപ്പോൾ സ്ഥലം ഇനി വിൽപ്പന മുടങ്ങുമോ എന്ന ആശങ്കയെത്തി. ഇത് അമ്മയുടെ സന്നിധിയിലേക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ആ ഡെയിലി ബ്രെഡിൽ അമ്മ മാതാവ് ഇതിന് പരിഹാരം തരണമേ എന്ന് ആഗ്രഹിച്ച് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതും കൈവശമില്ലാത്തതുമായ ഡോക്യുമെൻ്റ് അത് ചോദിക്കാതെ, അത് ആവശ്യമില്ലാതെ നിങ്ങളുടെ ആ കാര്യം നടക്കുവാൻ വേണ്ടി ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന്. അതാണ് സഹോദരൻ പറഞ്ഞത്. എൻ്റെ കൈവശമില്ലാത്ത ഡോക്യുമെൻ്റ് അത് പിന്നീട് അവർ ചോദിക്കാതെ, നിർബന്ധിക്കാതെ, ആവശ്യം വരാതെ എൻ്റെ സ്ഥല വിൽപ്പന നടന്നു കിട്ടിയെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ദൈവത്തിന് അഡ്രസ്സ് ചെയ്യുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്കൊത്തിരി വഴികളുണ്ട്. അത് ഡെയിലി ബ്രെഡ് ആവട്ടെ, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ആവട്ടെ, നമ്മുടെ നിയോഗം ഒരു സാക്ഷ്യത്തിൻ്റെ അവസാനം കമൻ്റ് രൂപത്തിൽ എഴുതിയിടുന്നതാവട്ടെ, നമ്മൾ ഒരു ഉടമ്പടി ധ്യാനത്തിന് അച്ഛനോട് ചേർന്ന് നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മേഖലകളിലൂടെ ദൈവസന്നിധിയിലേക്ക് നിരന്തരം റീച്ച് ചെയ്യുവാൻ നമുക്കിതിന് ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിലേക്ക് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഈ മക്കൾ ഇത് ജോർജ് 12 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. വല്ലാത്ത ഭയപ്പാടോടെ അമ്മയുടെ അരികിലെത്തി. എന്നാൽ അമ്മയ്ക്ക് കൊടുത്ത ആ വിശ്വസ്തമായ ബന്ധം അത് നിലനിർത്തി ജീവിച്ച് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുത്തു. അതുപോലെ ജീവിത പങ്കാളി ഉടമ്പടി വന്നെടുത്തു, ഭർത്താവ് എടുത്തു, നമുക്ക് 2 പേർക്ക് കൂടി പ്രാർത്ഥിക്കാം എന്നതിന് പകരം സ്വന്തമായി ഉടമ്പടി എടുത്ത് അവളും ആ ഉടമ്പടി ജീവിതത്തെ കുറേ കൂടി ക്വാളിറ്റി ഉള്ളതാക്കി, മേന്മയുള്ളതാക്കി. നമുക്ക് നമ്മുടെ ഉടമ്പടികളെ ക്വാളിറ്റി ഉള്ളതാക്കുവാൻ സാധിച്ചാൽ ദൈവത്തിന് നമ്മുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുവാൻ പറ്റില്ല. എന്ത് പരിമിതി ഉണ്ടെങ്കിലും ദൈവം പരിമിതികളെ മാറ്റി ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.